സ്വന്തം ഭാര്യയോട്, നാട്ടുകാർ നല്ലത് പറയുന്ന ആളല്ല, സ്വന്തം ഭാര്യ അവൻ മരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവനും ജീവിച്ചിരിക്കുന്ന സമയത്ത് അതൊരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറയുന്ന ഒരാളായിട്ട് ജീവിക്കാനും കൂടെ നമ്മൾ ശ്രമിക്കണം. ഞാൻ എന്റെ വല്യപ്പന്റെ ഖബർസ്ഥാനിൽ പോയതായിരുന്നു. വല്യപ്പന്റെ ഖബർസ്ഥാനിന് ഖബർന്ന് ഞാൻ വല്യമ്മന്റെ ഖബറിലേക്ക് നടന്നു പോകുന്ന സമയത്ത് അത്യാവശ്യം വലുപ്പമുള്ളൊരു പാമ്പ് തൊട്ടടുത്തുള്ള ഒരു ഖബറിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോവാണ്. അപ്പൊ അത് പെട്ടെന്ന് സാധാരണ ആണെങ്കിൽ നമ്മളൊരു പാമ്പിനെ കാണുന്ന സമയത്ത് പാമ്പിനെ കണ്ടൊരു പേടിയാണ് ഉണ്ടാവുക. പക്ഷെ ആ സമയത്ത് എനിക്ക് ആ പേടിയല്ല വന്നത്. അത് ആ ഖബറിലേക്ക് ഇറങ്ങി പോണ കണ്ടപ്പം പടച്ചോനെ, ഞാനും ഈ ഖബറിലേക്ക് വരാനുള്ളതാണല്ലോ. എന്റെ വല്യപ്പ മരിച്ചിട്ട് ഇപ്പൊ 20 വർഷം കഴിഞ്ഞ്, ഇപ്പം കഴിഞ്ഞ മാസം ആകുമ്പോഴേക്ക് 20 വർഷമായി. അപ്പൊ വല്യപ്പ ഇനിയും ഇപ്പം ലോകാവസാനം വരെ ഇനിയും ഒരുപാട് സമയം ഉണ്ടെങ്കിൽ വല്യപ്പ തന്നെ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുള്ള സമയത്തേക്കാൾ കൂടുതൽ ആ ഖബറിലായിരിക്കുമല്ലോ ജീവിക്കേണ്ടി വരിക എന്നൊക്കെയുള്ളൊരു ചിന്ത വന്നപ്പോൾ ഞാനും ഇതേപോലെ അനുഭവിക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള ചിന്ത വന്ന സമയത്താണ് ആരാണ് ഒരു നല്ല മനുഷ്യൻ എന്ന് ഒരു ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം പറഞ്ഞത്. സ്വന്തം ഭാര്യയോട്, നാട്ടുകാർ നല്ലത് പറയുന്ന ആളല്ല, സ്വന്തം ഭാര്യ അവൻ മരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവനും ജീവിച്ചിരിക്കുന്ന സമയത്ത് അതൊരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറയുന്ന ഒരാളായിട്ട് ജീവിക്കാനും കൂടെ നമ്മൾ ശ്രമിക്കണം. മീൻസ് നമ്മളുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ല മനുഷ്യനായിട്ട് മാറാന്നുള്ളൊരു ചിന്ത പെട്ടെന്ന് മൈൻഡിലേക്ക് വന്നു. ഇപ്പൊ എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വെറുതെ ദേഷ്യം പിടിക്കാനും മീൻസ് അങ്ങനത്തെ ദേഷ്യം വരുമൊക്കെ ആണെങ്കിലും ഉള്ളിലിപ്പോ ഇങ്ങനെ ചിന്തിക്കും പാമ്പ് പാമ്പ്. അത് ഞാനൊരു പ്രോഗ്രാം ആക്കി മാറ്റി. അപ്പോ പാമ്പ് എന്ന് പറയുമ്പോഴേക്ക് ഇത് ഇവിടെ മാത്രം പോരാ, ഈഗോയും ദേഷ്യവും വെറുപ്പും റിവെഞ്ചും ഒക്കെ ഇവിടെ മാത്രമുള്ളതല്ല, അവിടേക്കും ഖബറിലും അതിന് ശേഷമുള്ളതും ഒക്കെ ചിന്തിക്കുന്ന സമയത്ത് ഇതൊക്കെ എന്നെ നേരിട്ട് കാണിച്ചു തന്നതാണ്. എനിക്ക് അത് ആ ചിന്ത വരുത്താൻ വേണ്ടി ആ ഒരു എക്സ്പീരിയൻസുകളെ കടത്തിക്കൊണ്ടുപോയി.